Christ in you, Christ in you, Christ in you. യുവജനമേ ഉണരൂ, നവഗണമായുയരൂ, യേശുവിൻ തിരുമാറിൽ ചേർന്ന് സ്നേഹം നുകർന്നിടൂ. യുവജനമേ ഉണരൂ, ആത്മാവിൽ ഉയരൂ, വരദാന ഫലത്തിൻ വർണ്ണക്കൊടികൾ പാരിൽ ഉയർത്തിടൂ. രക്ഷയുടെ പാദത്തൊപ്പി അണിഞ്ഞു നമ്മൊരുങ്ങണം, നീതിയുടെ കവചം ധരിച്ചു പോരിനൊരുങ്ങണം, വചനമീതു തലവാളെടുത്തിടണം, ദുഷ്ടനെ ജയിക്കാം വിശ്വാസ പരിചയ യുദ്ധവീരൻ യേശുവിൻ കൂടെ അണിചേർന്നിടണം. Christ in you, Christ in you, Christ in you. Christ in youth. ഹലോ, ഹായ്, വെൽക്കം ടു ക്രൈസ്റ്റ് ഇൻ യൂത്ത്. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഒരൊറ്റ ചോദ്യമാണ് പത്രോസിനെ ഈശോ ഇങ്ങനെ തിരിച്ചു പിടിച്ചെടുക്കുന്ന ചോദ്യം. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്നും നിന്നോടൊപ്പം ഞാൻ മരിക്കുമെന്നും എൻ്റെ തൊട്ടിട്ടല്ലാതെ ആരും നിൻ്റെ മേൽ കൈവയ്ക്കില്ല എന്നിങ്ങനെയുള്ള ഒരു വമ്പൻ ഡയലോഗുകളൊക്കെ പറഞ്ഞ വ്യക്തിയാണ് പത്രോസ്. പക്ഷേ ഗുരുവിനെ ബന്ധനസ്ഥനാക്കിയ ഒരു രാത്രിയിൽ, ആ തണുപ്പ് കയറി നിന്ന ആ രാത്രിയിൽ ഒരു തീയുടെ ചൂടിലിരുന്ന് അയാൾ തൻ്റെ ഗുരുവിനെ ആ ചൂടിൻ്റെ സുഖത്തിൽ അറിയാതെ അങ്ങ് നിഷേധിച്ചു പോകുന്നുണ്ട്. പണ്ട് പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയി. അവിടുന്ന് കാലങ്ങൾക്ക് ശേഷം 3 ദിവസത്തിനപ്പുറം, കൃത്യമായി പറഞ്ഞാൽ, ഒരു തീ അയാൾക്ക് വേണ്ടി ക്രമീകരിക്കപ്പെട്ടിരുന്നു. അത് തിബേരിയാസിൻ്റെ തീരത്തായിരുന്നു. അവിടെ വെച്ച് ക്രിസ്തു അയാളോട് ചോദിക്കുന്ന ചോദ്യമാണ്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഒരുപക്ഷെ ഇന്ന് ക്രിസ്തു നമ്മളോടെല്ലാവരോടും ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം ഇതായിരിക്കും, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അങ്ങനെ ഒരൊറ്റ ചോദ്യത്തിൽ പത്രോസിനെ ആകമാനം തിരിച്ചു പിടിക്കുന്ന ക്രിസ്തു. പ്രിയമുള്ളവരെ, അങ്ങനെ ക്രിസ്തുവിൻ്റെ ആ ചോദ്യത്തിന് പ്രത്യുത്തരം നൽകിയ ഒരു പിടി ചുറുചുറുപ്പുള്ള യുവതി യുവാക്കളാണ് ഇന്ന് നമ്മോടൊപ്പം ക്രൈസ്റ്റ് ഇൻ യൂത്തിലുള്ളത്. ലെറ്റ്സ് വെൽക്കം അബൈഡ് യൂത്ത് മിനിസ്ട്രി ടു ക്രൈസ്റ്റ് ഇൻ യൂത്ത്. Christ in youth. Joy of the Lord. I'm trading my sickness, I'm trading my pain, I'm laying them down to the joy of the Lord. We say yes Lord, yes Lord, yes, yes Lord, yes Lord, yes Lord, yes, yes Lord, yes Lord, yes Lord, yes, yes Lord. Amen. Yes Lord, yes Lord, yes, yes Lord, yes Lord, yes Lord, yes, yes Lord, yes Lord, yes Lord, yes, yes Lord. Amen. Ooh la 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 la.
Christ in youth. വചനം ഉദരത്തിൽ സ്വീകരിച്ചവളാണ് പരിശുദ്ധ അമ്മ. വചനം ഉദരത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവൾ സ്തോത്രഗീതം ആലപിച്ചു. നമുക്കും വചനം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് മറിയത്തെ പോലെ ദൈവഹിതത്തോട് പൂർണ്ണമായും വിധേയരായി ജീവിക്കുവാൻ വചനം കേൾക്കാം, നമ്മുടെ ഹൃദയമൊരുക്കാം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം അദ്ധ്യായം 1 46 മുതൽ 55 വരെയുള്ള തിരുവചനങ്ങൾ. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ. നമ്മളിപ്പോൾ കേട്ട വചനത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ആ വചനം അമ്മയെ പോലെ നമുക്ക് ഹൃദയത്തിൽ ഗ്രഹിക്കാം. അമ്മേ മാതാവേ, നിൻ്റെ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയെ പോലെ എന്നെയും നീ ഇരുത്തണമേ. അമ്മേ, നിൻ്റെ വിശുദ്ധിയിലും വിനയത്തിലും എന്നെയും വളർത്തണമേ. പരിശുദ്ധ അമ്മ എൻ്റെ അമ്മയാണ്. വിശുദ്ധ ബൊനവെഞ്ചൂർ പറയുന്ന പോലെ പരിശുദ്ധ കന്യകാമറിയം വിശുദ്ധിയുടെ പൂർണ്ണതയിൽ വിശുദ്ധരെ സൂക്ഷിക്കുക മാത്രമല്ല, അവരെ വീണുപോകാതിരിക്കാൻ അവരെ വഴി നടത്തുകയും ചെയ്യുന്നു. അമ്മേ, വിശുദ്ധരെ നടത്തിയ പോലെ ഞങ്ങൾ ഓരോരുത്തരും വിശുദ്ധരായി തീരുവാൻ
അമ്മ ഞങ്ങളുടെ കയ്യിൽ പിടിച്ച് ഞങ്ങളെയും നടത്തണമേ. ജപമാല കയ്യിലെടുക്കും ഞാൻ അമ്മതൻ കയ്യിൽ പിടിക്കും. സുവിശേഷം കോർത്തോരാ നൂലിൽ ഞാൻ ജീവിതം കോർത്തിന്നു നൽകും. മുത്തുകൾ എണ്ണി പ്രാർത്ഥിക്കും ഞാൻ അമ്മതൻ മുത്തായി മാറും. കൃപകളെല്ലാം ഒഴുകിയെത്തും ആഴിയാണമ്മ. സുകൃതമെല്ലാം ഓർത്തുവച്ച മാലയാണമ്മ. കൃപകളെല്ലാം ഒഴുകിയെത്തും ആഴിയാണമ്മ. സുകൃതമെല്ലാം ഓർത്തുവച്ച മാലയാണമ്മ. അമ്മേ അമ്മേ മാമരിയേ എന്നീശോവാണൊരു ആലയമേ. അമ്മേ അമ്മേ നിൻ ഹൃദയേ എന്നെ ചേർക്കണമേ. അമ്മേ അമ്മേ മാമരിയേ എന്നീശോവാണൊരു ആലയമേ. അമ്മേ അമ്മേ നിൻ ഹൃദയേ എന്നെ ചേർക്കണമേ. ക്രിസ്തുവിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നിനും യാതൊന്നിനും ആ സ്നേഹത്തിൽ നിന്ന് വേർപെടുത്താൻ സാധിക്കില്ല, പകരവുമാവില്ല. അങ്ങനെ ക്രിസ്തുവിൻ്റെ സ്നേഹം തൊട്ടറിഞ്ഞ ഒരു വ്യക്തിയാണ് ഇന്ന് നമുക്ക് യൂത്ത് ഐക്കണിലുള്ളത്. ലെറ്റ്സ് വെൽക്കം ജോഷുവ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ജോഷുവ. ഞാൻ ചാലക്കുടിയിൽ നിന്ന് വരുന്നത്. ഞാൻ ചിറ്റൂർ ധ്യാനേന്ദ്രത്തിൽ എബേഡിൽ പ്രേക്ഷനായിട്ട് നിൽക്കുകയാണ്. ഞാൻ എങ്ങനെ യേശു ക്രിസ്തുവിനെ അറിഞ്ഞെന്നും യേശു ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ എങ്ങനെ ഇടപെട്ടു എന്നാണ് ഞാൻ പറയാൻ പോണേ. എൻ്റെ മുന്നത്തെ ജീവിത സാഹചര്യം എങ്ങനെയായിരുന്നു, എൻ്റെ ജീവിത ശൈലി എങ്ങനെയൊക്കെയെന്ന് ഞാൻ പറയാൻ പോണേ. ഞാൻ ചെറുപ്പം മുതൽ എൻ്റെ അമ്മ എന്നെ നല്ല വിശുദ്ധിയിലും കാര്യത്തിലൊക്കെ വളർത്തിക്കൊണ്ടിരുന്ന. ചെറുപ്പം മുതലായാലും പ്രാർത്ഥനയിലായാലും പള്ളിയിൽ പോകാനായാലും അമ്മ എന്നെ എല്ലാ സ്ഥലത്തേക്കൊക്കെ കൊണ്ടുപോകായിരുന്നു. അങ്ങനെ നല്ല ജീവിതം നയിച്ചുകൊണ്ടിരുന്ന് 4ാം ക്ലാസ് ആയപ്പോഴത്തേക്കും എൻ്റെ ആദ്യ കുർബാന സ്വീകരണം 4ാം ക്ലാസ്സിൽ വെച്ച് തന്നെ കഴിഞ്ഞു. എന്നാലും എനിക്ക് പാപത്തിനെ കുറിച്ചായാലും വലിയ വ്യക്തത കാര്യങ്ങളില്ല, ശരിയും തെറ്റും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയില്ല. അങ്ങനെയായാലും 4ാം ക്ലാസ് കഴിയാറായപ്പോഴത്തേക്കും വീട്ടിൽ ഫോണൊക്കെ വാങ്ങിച്ചു. ഫോൺ ഉപയോഗമായിട്ടില്ല, ഞാൻ ഭയങ്കരമായിട്ട് കൂടിപ്പോയി. അങ്ങനെ അത് ഫോൺ വീഡിയോസിനൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ അടിമപ്പെട്ടു പോയി. അത് കഴിഞ്ഞിട്ടാലും എനിക്ക് യേശു ക്രിസ്തു കൊണ്ടുള്ള ജീവിതത്തിൽ പള്ളിയിൽ പോക്കും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കുറഞ്ഞു വന്നു. എന്നിട്ടായാലും അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന 7ാം ക്ലാസ്സൊക്കെ അങ്ങനെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ആയി. ആ സമയത്തായാലും ഡ്രഗ്സൊക്കെ ഭയങ്കരമായിട്ട് ഉപയോഗിക്കാൻ എന്തൊക്കെ തുടങ്ങി. മയക്കുമരുന്ന് പോലെ സംഭവങ്ങൾ ഭയങ്കരമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെയായാലും വീട്ടിലൊക്കെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. വീട്ടുകാരൊക്കെ ഇങ്ങനെ ഒറ്റപ്പെടുത്തലും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. അപ്പോഴായാലും പിന്നെ പള്ളിയിൽ പോക്കും കാര്യങ്ങളൊക്കെ ഞായറാഴ്ച മാത്രമാക്കി. ഇപ്പം ഇതിനാ പോണേന്നുള്ള ചിന്തയൊക്കെ വന്നു തുടങ്ങി. അങ്ങനെയായാലും ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കുക എന്നുള്ളൊരു ചിന്തയിലൊക്കെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ടായാലും 8ാം ക്ലാസ് 9ാം ക്ലാസ്സായി ആവാറായപ്പോഴത്തേക്കും പിന്നെ ഒരു പ്രണയബന്ധത്തിൽ ഞാൻ പെട്ടുപോയി. എന്ന് വെച്ചാൽ അതൊരു ഹിന്ദു ഫാമിലി വെച്ച കൊച്ചായിരുന്നു. ആ കാരണം അവളായിട്ട് ഭയങ്കര സ്നേഹബന്ധത്തിൽ ഇങ്ങനെ ഏർപ്പെട്ടു. അങ്ങനെ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോഴായാലും കുറച്ച് ആളെയുമ്പോഴായാലും പിന്നെ യേശുവിനോടുള്ള വിശ്വാസം ഭയങ്കരമായിട്ട് ഇങ്ങനെ കുറഞ്ഞു തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴായാലും എൻ്റെ 14 വയസ്സ് ആയപ്പോഴത്തേക്കും പോലീസ് കേസൊക്കെ വന്ന് അങ്ങനെ ഇട്ടായാലും അവളെയൊക്കെ ഇട്ട് ഞാൻ ഭയങ്കരമായിട്ട് പ്രശ്നമായി. അപ്പോൾ എനിക്ക് പിന്നെ എന്തിനാ യേശു ദൈവമൊന്നുമില്ല എന്നുള്ളൊരു ജീവിതത്തിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ 9ാം ക്ലാസ്സിലേക്ക് വെച്ച് ഞാൻ കാറ്റിസം എടുത്തൊക്കെ നിർത്തി. യേശു ഒന്നുമില്ല, ഇനി നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാം, നമ്മൾക്ക് ഇതൊക്കെ ഉണ്ടാക്കി ജീവിച്ചാൽ പോരെ എന്നുള്ളൊരു ജീവിതത്തിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊക്കെ ഒരു 10-13 ലഹരിക്കൊക്കെ ഭയങ്കര അടിമപ്പെട്ടിരിക്കുന്നു. മയക്ക് വൈകുന്നു ഉപയോഗിച്ച് ഒരുപാട് കേസുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരുന്നത്. എപ്പോഴേലും വീട്ടിലും പോവില്ല, നമ്മുടെ ഇഷ്ടത്തിന് തന്നെ ജീവിക്കുക എന്നുള്ളൊരു ജീവിതത്തിൽ ജീവിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ടായാലും +1 കഴിഞ്ഞപ്പോഴായാലും വേറെ കേസുകളൊക്കെ വന്നു. എന്നാലും എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ എന്തൊരു പ്രശ്നം എൻ്റെ എക്സസൈസുകാരൊക്കെ ഡീഡിയേഷൻ സെൻറ്ററിൽ കൊണ്ട് ആക്കാൻ പോയപ്പോഴായാലും അമ്മ പറഞ്ഞിട്ടുണ്ട്
അവനെ അവിടെ നിന്നും ആക്കാൻ പറ്റില്ല, അവനെ യേശു ക്രിസ്തു രക്ഷിക്കുന്നു പറഞ്ഞു. അപ്പം ഞാൻ ആ സമയത്തായാലും നമ്മുടെ ഇതിനു വേണ്ടി ഒരു സുഖത്തിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടായാലും ഞാൻ പോകും. എന്നിട്ടായാലും ഞാൻ അങ്ങനെ നമ്മുടെ ഇഷ്ടം തന്നെ പിന്നെയും ജീവിച്ചുകൊണ്ടിരുന്നു. എന്നിട്ടായാലും പിന്നെ 11ാം ക്ലാസ് വെച്ച് ഇങ്ങനെ പഠിത്തം നിർത്തി, ഇതൊക്കെ വിറ്റ് ജീവിച്ചാൽ പോരെ എന്നുള്ളൊരു ജീവിതത്തിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ടായാലും ജീവിതം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പഠിത്തം നിർത്തിയാലും വേറെ ഒരുപാട് കേസുകൾ കാര്യങ്ങളൊക്കെ വന്ന് അവിടെ നിന്ന് നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ എക്സ്ട്രാ വെൽഡിങ് പഠിക്കാൻ പോയി. അവിടെ ഇട്ടും സാറായിട്ട് ഇങ്ങനെ പ്രശ്നമായപ്പോൾ സാറ് പറഞ്ഞു, നീ ഇന്ന് ധ്യാനത്തിന് പോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ മനസ്സോടെയാണ് ചിറ്റൂർ ധ്യാനത്തിലേക്ക് ഞാൻ കയറി ചെല്ലണേ. അവിടെ ചെന്നപ്പോഴായാലും എനിക്കവിടെ ധ്യാനത്തിന് വരേക്ക് ഇരിക്കാൻ കാര്യത്തിനും പറ്റുന്നില്ല. പ്രേക്ഷകരോടായാലും ഭയങ്കര ദേഷ്യത്തോടെയൊക്കെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നു. അപ്പോഴായാലും യേശു ക്രിസ്തുവിനെ പറ്റി ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് ഓരോ സാധനങ്ങൾ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തന്നെ വെച്ചാൽ പണ്ടത്തെ സാഹചര്യം എൻ്റെ വീട്ടുകാരെന്നെ ഉപേക്ഷിച്ച, നാട്ടുകാർ ഒരുപാട് കൂട്ടുകാരന്മാരിൽ ഒറ്റപ്പെടൽ കാര്യം ചോദിച്ചാൽ. എന്നിട്ടായാലും അവിടെ ധ്യാനത്തിൽ വെച്ച് ഓരോ ദൈവസ്നേഹത്തിനെയൊക്കെ പറ്റി പറയുമ്പോൾ എനിക്ക് വലിയ ബോധ്യങ്ങൾ കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യ 41 പറയുന്നുണ്ട്, നിന്റെ ദൈവമായ കർത്താവ് ഞാൻ നിന്റെ വലുതായി പിടിച്ചിരിക്കുന്നു, ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. അതെനിക്ക് ഭയങ്കര പ്രത്യാശ ഇങ്ങനെ വെച്ചു തുടങ്ങി. ചെറുപ്പത്തിൽ അമ്മയുടെ ഒരു സ്ഥലത്തേക്ക് പോയപ്പോൾ കുറച്ച് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഒരു ചേട്ടനോട് ഭയങ്കരമായിട്ട് ദേഷ്യമായിട്ട് പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിക്ക് കാര്യങ്ങളൊക്കെ വരായിരുന്നു. മറ്റുള്ളവരോട് എന്ന് വെച്ചാൽ അവിടെ വെച്ചൊരു പേടി കിട്ടിയപ്പോൾ എനിക്ക് മറ്റുള്ളവരോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റില്ല, ഒരു വാക്ക് പറയണമെങ്കിൽ കുറേ നേരമൊക്കെ പിടിക്കായിരുന്നു. ഇവിടെ ധ്യാനേന്ദ്രത്തിൽ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ വിക്ക് പൂർണ്ണമായിട്ട് വിടൽ തന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഏകരക്ഷയുടെ ക്ലാസ്സിലാണ് എനിക്ക് മനസ്സിലായ യേശു നമുക്ക് വേണ്ടി മരിച്ച, നമുക്ക് ലോകത്തിൽ ഏകരക്ഷ നമ്മുടെ കർത്താവാണ്, സത്യദൈവം കർത്താവാണ്, നമ്മുടെ ദൈവമാണ് അത്യുന്നതൻ, സർവശക്തൻ, സർവാധിപനായ ദൈവം നമ്മുടെ യേശു ക്രിസ്തുവാണ്. എനിക്ക് അവിടെ വെച്ചാണ് മനസ്സിലായത്. അപ്പോൾ എനിക്ക് എൻ്റെ പണ്ടത്തെ പാപങ്ങളൊക്കെ എനിക്ക് ഇങ്ങനെ മാറ്റണമെന്നുണ്ട്. അപ്പോഴായാലും എനിക്ക് അവിടെ നല്ലൊരു കുമ്പസാരം അവിടെ നടത്താൻ പറ്റി. കാരണം താങ്ക് ഹോളി സ്പിരിറ്റ്. ജോഷുവ 3:5 പറയുന്നുണ്ട്, ജോഷുവ ജനങ്ങളോട് പറയുന്നു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും നാളെ കർത്താവ് നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും. ആമേൻ. ഇതൊക്കെ കേട്ടിപ്പോൾ എനിക്ക് ഭയങ്കര പ്രത്യാശയും കാര്യങ്ങളായി. എനിക്കായിട്ട് എൻ്റെ പണ്ടത്തെ സാഹചര്യങ്ങളും അതൊക്കെ യേശുവിനെ പ്രതി ഉപേക്ഷിക്കാൻ പറ്റി. ഇപ്പോൾ അവിടെ ഞാൻ പ്രേക്ഷനായിട്ട് നിലനിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് എൻ്റെ പണ്ടത്തെ 8 കൊല്ലത്തെ ലഹരി ഉപയോഗവും പ്രണയബന്ധവും പിന്നെ ഫോൺ അഡിക്ഷനും കാര്യങ്ങളൊക്കെ എനിക്ക് അവിടെ നിന്ന് മാറ്റാനായിട്ട് സാധിച്ചു. ആയിട്ടായാലും ദൈവവചനം മനസ്സിൽ സ്വീകരിച്ചുകൊണ്ട് നടക്കുമ്പോൾ യേശുവിന് വേണ്ടി ഒരുപാട് പ്രവർത്തിക്കാനും യേശുവിനും മഹത്വപ്പെടുത്തി ജീവിക്കാനും അവിടെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സാധിക്കാൻ ദൈവകൃപയാലും എനിക്ക് പറ്റുന്നുണ്ട്. അപ്പോഴായാലും താങ്ക് യു ഹോളി സ്പിരിറ്റ്. അപ്പോഴായാലും വെളിപാട് 3:8 പറയുന്നുണ്ട്, നിന്റെ മുൻപിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. നിന്റെ ശക്തി പരിമിതമാണ്, എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമത്തെ നീ ഛേദിച്ചതുമില്ല. അങ്ങനെ ദൈവത്തിൻ്റെ വചനം കൂടെ ചേർത്ത് കിടക്കുമ്പോൾ എനിക്കവിടെ യേശുവിന് വേണ്ടി പ്രവർത്തിക്കാനും വിശുദ്ധിയിൽ ജീവിക്കാനും ദൈവം എനിക്ക് ഭയങ്കര കൃപ തന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. സങ്കീർത്തനം 119:9, യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും, അങ്ങയുടെ വചനമനുസരിച്ച് അത് പാലിച്ചുകൊണ്ട്. അങ്ങനെ ദൈവവചനം മനസ്സിൽ സൂക്ഷിച്ച് യേശുവിനെ പ്രതി ജീവിക്കുമ്പോൾ ദൈവനാമം മഹത്വപ്പെടുത്താനും ദൈവരാജ്യത്തിന് വേണ്ടി ജീവിക്കാനും ദൈവം എനിക്ക് ഭയങ്കര കൃപ തന്നു. സ്തോത്രം. ആമേൻ. Christ in youth. ദൈവം ജീവിതങ്ങളെ തൊടുന്നതും മാറ്റിമറിക്കുന്നതും വിസ്മയാവഹമായ കാര്യങ്ങളിലൂടെയാണ്. ചിലപ്പോൾ ഒരു വാക്ക്, ചിലപ്പോൾ ഒരു വചനം, ചിലപ്പോൾ കൊത്തിവലിക്കുന്ന ഒരു നോട്ടം. പ്രിയമുള്ളവരെ, നമ്മൾ ഈ നിമിഷങ്ങളിൽ നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തമ്പുരാൻ്റെ തിരുസന്നിധിയിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം. നമ്മൾ പരസ്പരം കരങ്ങൾ കോർത്തു പിടിക്കുമ്പോൾ ഈ കരങ്ങളുടെ മറ്റേ അറ്റത്ത് ഇതാ മറ്റൊരു യുവജനമുണ്ട്. ലോകത്തെമ്പാടും ഒരു മാധ്യസ്ഥം ആവശ്യമുള്ള യുവജനമുണ്ട്. ആ യുവജനത്തെ ഓർത്ത് നമുക്ക് തമ്പുരാൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് ഒന്ന് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, 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 സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Christ in youth. അറിയുന്നതിനെയാണ് കൂടുതൽ സ്നേഹിക്കാനായിട്ട് സാധിക്കുക. വിശ്വാസത്തിൽ ആഴപ്പെടണമെന്നുണ്ടെങ്കിൽ അറിവ് ആവശ്യമാണ്. ഇന്നത്തെ ദിവസം നമ്മുടെ വിശ്വാസത്തിൽ ആഴപ്പെടാനും ആത്മീയ ഉപദേശങ്ങൾ തരാനും നമുക്കിന്ന്
കൂടെയുള്ളത് ബഹുമാനപ്പെട്ട വക്കച്ചൻ കൂമ്പയിൽ അച്ഛനാണ്. ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിലെ യുവജന ശുശ്രൂഷകനും ജോയിന്റ് ഡയറക്ടറുമായ അച്ഛനെ ഒത്തിരി സ്നേഹത്തോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ധരിക്കട്ടെ. എല്ലാവർക്കും സന്തോഷമല്ലേ? നല്ല സന്തോഷം. മാതാവിൻ്റെ കുറിച്ച് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഈ സമൂഹത്തിൽ നമ്മളൊന്ന് ചേർന്നിരിക്കും. നമുക്കിരിക്കാം. മാതാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ അത് യുവതി യുവാക്കൾക്കൊരു അമ്മ തുല്യമായ സ്നേഹം എല്ലാവർക്കും തന്നെ നൽകുന്ന ഒരു പുണ്യപ്പെട്ട ഓർമ്മയും ശക്തിയുമാണ്. എൻ്റെ മനസ്സിലേക്ക് ഉടനെ വരുന്നത് ഒരു യുവാവിൻ്റെ ഒരു ചിത്രമാണ്. ഞാൻ ഒരു ഇടവക ദേവാലയത്തിലുള്ളപ്പോൾ ഒരു യുവാവ് ഓടി വന്നിട്ട് പറഞ്ഞു, എനിക്ക് വിവാഹം കഴിക്കണം, എൻ്റെ കല്യാണം ഒന്ന് ശരിയാക്കി തരണമെന്ന് പറഞ്ഞു. എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത്, അവൻ വേറൊരു മതത്തിൽപ്പെട്ട പെണ്ണുമായിട്ട് പ്രേമത്തിലാണ്, കല്യാണം നടത്തി കൊടുക്കണം. എന്നിട്ട് അവൻ ആഡ് ചെയ്തു, ഞാൻ പള്ളിയിലൊക്കെ പോകാറില്ല, പള്ളിയിൽ അങ്ങനത്തെ കാര്യങ്ങളില്ല, കൊല്ലങ്ങളായി. ഞാൻ ചോദിച്ചു, നിന്നെ ഇടവയിൽ കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞു. അപ്പോൾ എനിക്ക് വിശ്വാസമില്ല, പള്ളിയിൽ പോകാറില്ല എന്ന് പറഞ്ഞു വരുമ്പോൾ ഇവനോട് എങ്ങനെ സംസാരിക്കണം, ഈ മകനോട് എങ്ങനെ സംസാരിക്കണമെന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അവൻ്റെ കഴുത്തിൽ ഞാൻ ശ്രദ്ധിച്ചു ഒരു മാല കിടക്കുന്നു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ ജപമാലയാണ്. ഞാൻ വലിയ ക്യൂരിയോസിറ്റി ചോദിച്ചു, മോനെ നിനക്ക് വിശ്വാസമൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞത്, പള്ളിയിലൊന്നും പോകാറില്ല, പക്ഷേ കഴുത്തിൽ ജപമാലയാണല്ലോ കിടക്കണേന്ന് ചോദിച്ചു. അവൻ പതുക്കെ ഇങ്ങനെ കൈകൾ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, അതച്ഛാ ഒരു ബലത്തിനാണ്, അതൊരു ബലത്തിനാണെന്ന്. എൻ്റെ മനസ്സിൽ ഇപ്പോഴുള്ള ഓർമ്മയാണ്. വിശ്വാസമില്ല അത്രേ, പള്ളിയിൽ പോകാറില്ല അത്രേ, പക്ഷെ ഈ ജപമാല അണിയുമ്പോൾ എന്തോ ഒരു ബലമാണെന്നൊരു യുവാവിന്, എന്തോ ശക്തിയാണെന്ന്. ആ മകനെ നേർവഴിക്ക് നയിക്കാൻ അറ്റ്ലീസ്റ്റ് പള്ളിയിലേക്കെങ്കിലും നയിച്ചത് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണ ആ കരവലയത്തിൽ പ്രത്യേകം സമർപ്പിക്കുമ്പോൾ യുവതി യുവാക്കൾക്കുണ്ടാവുന്ന ഒരു ബലവും പരിശുദ്ധി നേടാനുള്ള ആഗ്രഹവും ഇരട്ടിയാണ്. അത് ഞാൻ ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ കാണാറുണ്ട്. ഞങ്ങളുടെ എബൈഡ് യുവജന ധ്യാനത്തിൽ ആഘോഷമായി ഫാത്തിമ രൂപം പ്രദക്ഷിണമായിട്ട് കൊണ്ടുപോവുകയും മാതാവിൻ്റെ തിരുസവിധെ ഈശോയിലേക്ക്, മാതാവ് വഴി ഈശോയിലേക്ക് മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യും. എന്തെന്നില്ലാത്ത ബലം അനുഭവിക്കുന്നവരാണ്. അങ്ങനെ കടന്നു വരുന്നവരാണ് നമ്മളല്ലേ? നമ്മൾ തീർച്ചയായിട്ടും അങ്ങനെയുണ്ടോ? അങ്ങനെ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നു. അങ്ങനെയാണ് മാതാവുമായിട്ടുള്ള സ്നേഹം വഴി സത്യത്തിൽ ഈശോയിലേക്ക് വരുന്നത്. ഇങ്ങനെ പറയാറുണ്ട്, ഗോലിയാത്ത് എന്ന് പറഞ്ഞ ഫിലിസ്ത്യ മല്ലനെ കീഴടക്കാനായിട്ട് ബാലനായ ദാവീദിന്റെ ഒരു കവണിയാണ് ഉപയോഗിച്ചത്. ഫിലിസ്ത്യ മല്ലിനേക്കാളും വലിയ മല്ലനായ പിശാചിനെ കീഴടക്കാൻ നമുക്കൊക്കെ ഉപയോഗിക്കാവുന്ന വലിയൊരു ആയുധമാണ് സത്യം പറഞ്ഞ നമ്മുടെ കയ്യിലുള്ള ജപമാല. ഈ ജപമാല മണികൾ ഉരുട്ടുമ്പോൾ ഒരു വൈദികൻ എന്ന നിലയിൽ എനിക്കും പ്രിയപ്പെട്ട ദൈവമക്കളായ നമുക്കും എന്തെന്നില്ലാത്ത ബലം കിട്ടുകയാണ് ഈശോയിലേക്ക് അടുക്കാനുള്ള. മാതാവിനെ കുറിച്ച് ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തു രഹസ്യത്തിലേക്ക് നമ്മൾ അടുപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് സഭയുടെ പഠനം. മാതാവിനെക്കുറിച്ചുള്ള ഭക്തി നമ്മൾ അടുപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ മഹാരഹസ്യങ്ങളിലേക്കാണ്. അതിന് അങ്ങനെ ആഴമുള്ള ജീവിതങ്ങളിലേക്ക് യുവതി യുവാക്കൾ നയിക്കപ്പെടട്ടെ. മാതാവിലൂടെ ക്രിസ്തുവിലേക്ക് ഓടിക്കേറാൻ അതൊരു ഓടിക്കേറുന്ന ഒരു പാതയായിട്ട് മാറട്ടെ എന്നാണ് ആഗ്രഹം. അതിനുള്ള പ്രാർത്ഥനകൾ നേരുന്നു. യുവതി യുവാക്കൾ അമ്മ മാതാവിലൂടെ വലിയ സംരക്ഷണവും ഈശോയിലുള്ള വലിയ കൃപകളും നേടിയെടുക്കാൻ ഇടവരട്ടെ. ആമേൻ. Christ in youth. പത്രോസിനെ കുറിച്ച് പറഞ്ഞാണ് തുടങ്ങിയത്. ഈശോയുടെ ചോദ്യം, നീ എന്നെ സ്നേഹിക്കുന്നുവോ? 3 തവണ ആ ചോദ്യം ആവർത്തിച്ചു കഴിഞ്ഞപ്പോൾ പത്രോസിൻ്റെ ഹൃദയത്തെ തുളയ്ക്കുന്ന ഒരു ചോദ്യമായത് മാറി. അയാൾ പറയുന്ന മറുപടി ഇങ്ങനെയാണ്: കർത്താവേ, നിനക്കെല്ലാം അറിയാം, എൻ്റെ വീഴ്ചകളറിയാം, എൻ്റെ പരിശ്രമങ്ങളറിയാം. വീഴ്ചകളിലും പരിശ്രമങ്ങളിലും അവനെ കണ്ടുകൊണ്ടിരുന്നത് കർത്താവ് തന്നെയാണ്. നമ്മളെയും കാണുന്ന കർത്താവ് ഈ ദിവസം നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ അവസരമൊരുക്കി. തമ്പുരാന് നന്ദി പറയാം. മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടുന്നവരെ സൈനിങ് ഓഫ്.
Christ in Youth.